പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുൻ മോഹൻ ബഗാന്റെയൊക്കെ കോച്ചായിരുന്ന യുവാൻ ഫെറാണ്ടോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. യുവാൻ ഫെറാണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ റൂമറൊക്കെ തീർത്തും ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് യുവാൻ ഫെറാണ്ടോയെ മറ്റൊരു ക്ലബ്ബ് ടീമിലെത്തിച്ചിട്ടുണ്ട്. AEK ലർണാക്ക FC എന്ന ടീമിനെയായിരിക്കും ഇനി യുവാൻ ഫെറാണ്ടോ പരിശീലിപ്പിച്ചേക്കുക. ആ ഒരു ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. ISL ഒരുപാട് ടീമിനെയൊക്കെ പരിശീലിപ്പിച്ച് നല്ല എക്സ്പീരിയൻസ് ആയുള്ള ഒരു കോച്ച് തന്നെയാണ് യുവാൻ ഫെറാണ്ടോ. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് മികച്ചൊരു തുടക്കം ലഭിച്ചെങ്കിലും സീസൺ പകുതിയായപ്പോൾ ടീമിലെ ചില പ്രധാന താരങ്ങൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. അത് ടീമിന്റെ പെർഫോമൻസിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാൻ ഫെറാണ്ടോയെ ക്ലബ്ബ് പുറത്താക്കുകയായിരുന്നു. എന്തായാലും ഇത്തവണ AEK ലർണാക്ക എന്ന ക്ലബ്ബ് യുവാൻ ഫെറാണ്ടോയുടെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരം തന്നെയാണ് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ. അങ്ങനെ ആരാധകർ കാത്തിരുന്ന പോലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു അനൗൺസ്മെന്റ് നോവ സദാവിയുടെ ആയിരിക്കുമെന്നായിരുന്നു ആരാധകരെല്ലാം വിചാരിച്ചിരുന്നത്. എന്നാൽ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. 2027 വരെയാണ് ലൂണയുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുള്ളത്. അഡ്രിയാൻ ലൂണയ്ക്ക് മറ്റു ടീമുകളിൽ നിന്ന് ഓഫറുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. FC ഗോവ അഡ്രിയാൻ ലൂണയ്ക്ക് നല്ലൊരു ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 വർഷം കരാറും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ സാലറിയുമായിരുന്നു FC ഗോവ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലൂണ FC ഗോവയുടെ ഒരു ഓഫർ റിജക്ട് ചെയ്യുകയായിരുന്നു. അതിന് കാരണം അഡ്രിയാൻ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെയും ആരാധകരെയും വിട്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനായിരുന്നു ലൂണയുടെ താല്പര്യം. എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.